ഹായ്, വീണ്ടും വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. ചട്പട്ട് ഓർ നട്കട്ട് എന്നുള്ള കഹാനിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഒന്നാമത്തെ ക്ലാസ് പോയി കണ്ടിട്ട് വരിക, ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവത്തില്ല. സോ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ചട്പട്ടും നട്കട്ടും ആരാണെന്നും അവരുടെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് കാണുക, കാണാത്തവരാണെങ്കിൽ. അറിയാത്തവർ കണ്ടിട്ട് വരിക, ഓക്കെ? ഏക് ദിൻ, ഒരു ദിവസം, നട്കട്ടിനെ ഹദ് ഹി കർദി, നട്കട്ട് എല്ലാ അതിരുകളും ലംഘിച്ചു, പരിധി വിട്ട് എന്തൊക്കെയോ ചെയ്തു നട്കട്ട്. എന്ത് ചെയ്തു നോക്കാം. ദോനും ഭായി സ്കൂൾ സെ ലൗട്ട് രഹത്തെ, ദോനും ഭായി രണ്ട് സഹോദരന്മാരും സ്കൂളിൽ നിന്ന് ലൗട്ട് രഹത്തെ തിരിച്ചു വരികയായിരുന്നു. രണ്ട് സഹോദരന്മാർ, അതായത് ചട്പട്ടും നട്കട്ടും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ, നദി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കുളം, നദി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിൽ നദിയുടെ അടുത്തെത്തി. നദിയുടെ എന്ത്? പുൽ ആയ, പുൽ, നദിക്ക് കുറുകെ പാലമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ നദിയുടെ പാലത്തിൻ്റെ അടുത്തെത്തി. तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. അപ്പം നട്കട്ട് എന്താ ചെയ്തതെന്ന് നോക്കിയേ. നട്കട്ട് പുൽ പർ ചടനേക്ക് ബജായ്, പുൽ പർ ചടന, പാലത്തിൽ കയറുക. അപ്പോൾ പാലത്തിൽ കയറുന്നതിന് പകരം, കെ ബജായ്, അതിന് പകരമായിട്ട് അവൻ എന്താ ചെയ്തത്? നീച്ചെ ഉതർഗയ, താഴേക്ക് പോയി. നദിക്ക് കുറുകെ പാലമുണ്ട്, അത് കടന്നാണ് ഇവർക്ക് പോകേണ്ടത്. നട്കട്ട് പക്ഷേ പാലത്തിൽ കയറിയില്ല, അതിന് പകരം അവൻ താഴോട്ട് പോയി. और नदी किनारे जा पहुंचे, ताड़ोट इറങ്ങി നദിയുടെ തീരത്തേക്ക് പോയി. बस्ते में पहले से बनाकर डगी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. അവൻ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ നദിയുടെ അടുത്ത് പോയിട്ട് ബസ്തേമേ, ബസ്ത ബാഗ്, ബാഗിൽ പഹലെ സെ ബനാക്കർ ഡഗി ഹുയി, നേരത്തെ തന്നെ ഉണ്ടാക്കി വച്ചിരുന്ന കാഗസ് കി 2 നാവേം, കടലാസ് കൊണ്ടുള്ള 2 തോണികൾ, കടലാസ് വള്ളങ്ങൾ, പേപ്പർ ബോട്ട്സ്, അതെടുത്തു. നികാലി ഓർ, എന്നിട്ട് ഏക് ഏക് കർക്കെ, ഓരോന്നോരോന്നായി, ബഹ്തി പാനിമേൻ ചോടുതി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ബാഗിൽ നേരത്തെ തന്നെ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന 2 പേപ്പർ ബോട്ടുകൾ എടുത്തിട്ട് നദിയിലെ വെള്ളം ഒഴുകുകയില്ലേ, അതിലകത്തേക്ക് ഇട്ട് കൊടുത്തു. നാവേം ബഹിച്ചലിയും, പേപ്പർ ബോട്ട്സ് ഒഴുകിപ്പോയി. തോ നട്കട്ട് കുശ് ഹോക്കർ താലി ബജാനെ ലഗ, പേപ്പർ ബോട്ട് ഒഴുകി പോകുന്ന കണ്ടപ്പോൾ നട്കട്ടിന് സന്തോഷമായി. നട്കട്ട് താലി ബജാനെ ലഗ, കൈ കൊട്ടാൻ തുടങ്ങി. താലി ബജാന, കൈ കൊട്ടുക. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. 2 പേരും കൂടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക്, ചട്പട്ടും നട്കട്ടും കൂടി നടന്നു വരുന്ന വഴിക്ക്, ചട്പട്ട് പാലത്തിൽ കയറി നടന്നു പോയി. നട്കട്ട് എന്താ ചെയ്തേ? പാലത്തിൽ കയറുന്നതിന് പകരം താഴേക്ക് പോയി, നദിയുടെ തീരത്തേക്ക് പോയി. എന്നിട്ട് ബാഗിലുണ്ടായിരുന്ന പേപ്പർ ബോട്ട്സ് എടുത്ത് നദിയിലേക്ക് ഇട്ട് കൊടുത്തു. അത് ഒഴുകി പോകുന്നത് കണ്ടപ്പോൾ നട്കട്ടിന് സന്തോഷമായി. നട്കട്ട് അവിടെ നിന്ന് കൈകൊട്ടി. ഉദർ പുൽ പർ പഹുഞ്ച് ചുകെ ചട്പട്ടിനെ പീച്ചെ മുഡ്കർ ദേഖ, പക്ഷേ പുൽ പർ പഹുഞ്ച് ചുകെ, പാലത്തിൽ കയറി നടന്നു പോയ ചട്പട്ട് ഉണ്ടല്ലോ, ആ ചട്പട്ട് പീച്ചെ മുഡ്കർ ദേഖ, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കട്ട് നഹി ദിഖ, നട്കട്ടിനെ കണ്ടില്ല. അവൻ താഴോട്ട് ഇറങ്ങിപ്പോയില്ലേ. അപ്പോൾ ചട്പട്ട് നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കട്ടിനെ കണ്ടില്ല. ചട്പട്ട് കബരാഗയ, ചട്പട്ട് പേടിച്ചു പോയി. ഈ നട്കട്ട് എവിടെ പോയെന്ന് അങ്ങനെ അറിയാം? തൊട്ട് പിറകെ ഉണ്ടായിരുന്നതാ, ഇപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല. സോ ചട്പട്ട് പേടിച്ചു പോയി, കബരാഗയ. കി നട്കട്ട് കഹാങ്കയ, നട്കട്ട് എവിടെ പോയി എന്നോർത്തിട്ട് ചട്പട്ട് പേടിച്ചു. താലി ബജാനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേഖ, അങ്ങനെ വിഷമിച്ച് നിന്ന സമയത്താണ് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടത്. താലി ബജാനേക്ക് ആവാസ്, ആ ആവാസ് സുൻകർ, ആ ആവാസ് കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ട്, കൈ കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട്, നീച്ചെ ദേഖ, താഴേക്ക് നോക്കി. ആര് നോക്കി? ചട്പട്ട് നോക്കിയപ്പോൾ ആരെ കണ്ടു? നട്കട്ടിനെ കണ്ടു. നട്കട്ട് താഴെ പോയി വെള്ളം ഒഴുക്കി കളിച്ചുകൊണ്ട് കൈ കൊട്ടുകയാണല്ലോ. അപ്പോൾ ചട്പട്ട് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ നോക്കിയപ്പോൾ നട്കട്ടിനെ കണ്ടു. തോ നട്കട്ട് നീച്ചെ നദി കിനാരെ കടാതിയ, നോക്കിയപ്പോൾ എന്താ കണ്ടത്? ചട്പട്ട് താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്നു. ചട്പട്ട് കോ ഉസ് പർ ബഡ ഗുസ്സ ആയ, ഇത് കണ്ടപ്പോൾ ചട്പട്ടിന് ഉസ് പർ ബഡ ഗുസ്സ ആയ, അവനോട് നല്ല ദേഷ്യം തോന്നി. ബഡ ഗുസ്സ, ഗുസ്സ ദേഷ്യം, നല്ല ദേഷ്യം തോന്നി. ജോർ സെ ചില്ലാക്കർ ബോല, വളരെ ഉറക്കെ ബഹളം വെച്ചുകൊണ്ട് ചോദിച്ചു. അരേ ചോട്ടെ, തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, ചെറുക്ക നീ അവിടെ താഴെ എന്ത് ചെയ്യുവാ എന്ന് വളരെ ദേഷ്യത്തോടെ ചോദിച്ചു. നീ അവിടെ എന്ത് ചെയ്യുവാടാ എന്ന് ചട്പട്ട് നട്കട്ടിനോട് ദേഷ്യത്തോടെ ചോദിച്ചു, ഉറക്കെ വിളിച്ചു ചോദിച്ചു. നട്കട്ടിനെ ചൗക്കർ ഊപ്പർ ദേക്ക, ഇത്രയും വലിയ ബഹളം കേട്ടപ്പോൾ നമ്മളെ നട്കട്ട് പേടിച്ചു പോയി. നട്കട്ട് എന്ത് ചെയ്തു? ചൗക്കർ, പേടിച്ചിട്ട്, ഞെട്ടിയിട്ട്, ഊപ്പർ ദേക്ക, മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രേഖ അപ്പന ബസ്ത ഉടാനെ കേലിയെ ചുക, അങ്ങനെ മുകളിലോട്ട് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൻ എന്താ ചെയ്തേ? നദിയുടെ തീരത്ത് വെച്ചിരുന്ന അവൻ്റെ ബാഗ് ഉണ്ടല്ലോ, ബസ്ത, അത് ഉടാനെ കേലി, അത് എടുക്കുന്നതിന് വേണ്ടി ചുക,
കുനിഞ്ഞു. അപ്പോൾ ചട്പടിൻ്റെ ശബ്ദം കേട്ട് നട്കട് മേലേക്ക് നോക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ബാഗ് എടുക്കാനായിട്ട് കുനിയുകയും ചെയ്തു. അചാനക് പെട്ടെന്ന് ഉസ്ക പാവ് ഫിസല അവൻ്റെ കാല് തെന്നി. ഓർ വഹ് പാനിമേ ഗിർപട അവൻ വെള്ളത്തിലേക്ക് വീണു. നദിയുടെ തീരത്ത് വെച്ചിരുന്ന ബാഗ് എടുക്കാനായിട്ട് അവൻ കുനിഞ്ഞു. തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് കുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാല് തെന്നി അവൻ വെള്ളത്തിലേക്ക് വീണു. നട്കട് വെള്ളത്തിലേക്ക് വീണു. പാനിക ബഹാവ് തേസ്ത വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു. ഒഴുക്ക് കൂടിയ നദിയായിരുന്നു. ഓർ നട്കട്കോ തൈർന നഹിയാത്ത അതുമല്ല നട്കടിന് നീന്താനും അറിയില്ല. എങ്ങനെ ഇരിക്കുന്നു? പാവം, വെള്ളത്തിൽ വീണു, നല്ല ഒഴുക്കുണ്ടായിരുന്നു, നീന്തലും അറിയില്ല. ചോട്ടാ സാഹി തോത ചെറിയ കുട്ടിയാണല്ലോ. ബഹുഗയ ഒഴുകിപ്പോയി. ഡൂബ്ത്തെ ഉദ്രാത്തെ ദൂർ ജാനലക അങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഒക്കെ അവൻ ദൂരോട്ട് ഒഴുകിപ്പോയി. ഇതൊക്കെയാണ് സംഭവിച്ചത്. ചട്പട് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കടിനെ കണ്ടില്ല. അങ്ങനെ ചട്പട് പേടിച്ചു. നട്കട് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ചട്പട് താഴേക്ക് നോക്കി നട്കടിനെ കണ്ടു. ഉറക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കേട്ട് പേടിച്ചിട്ട് നട്കട് തിരിഞ്ഞു നോക്കിയ സമയത്ത് തന്നെ ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. അപ്പോൾ അവൻ കാല് തന്നെ വെള്ളത്തിലേക്ക് വീണു. അവന് നീന്താൻ അറിയില്ല. വെള്ളത്തിനാണെങ്കിൽ നല്ല ഒഴുക്കുമുണ്ട്. അങ്ങനെ അവൻ ഒഴുക്കിൽപ്പെട്ട് പോവുകയാണ്. ആരാണ്? നട്കട്. ബാക്കി നോക്കൂ. ചട്പട്കോ തൈർന ആത്താത്ത ചട്പടിന് നീന്താൻ അറിയാം. അപ്പോൾ ഇളയ നട്കടിന് മാത്രം നീന്താൻ അറിയാത്തതായിട്ടുള്ളൂ. നമ്മുടെ ചട്പടിന് നീന്താൻ അറിയാം. ഉസ്നെ ചട്ട് അപ്പന ബസ്ത പീഡ് സെ ഉതാർക്കർ പുൽക്കി മുണ്ടേർ പർ രഗ അവൻ വേഗം എന്താ ചെയ്തേ? ചട്ട് പെട്ടെന്ന് അപ്പന ബസ്ത അവൻ്റെ ബാഗ് പീഡ് സെ ഉതാർക്കർ അവൻ്റെ തോളിലുണ്ടായിരുന്ന ബാഗ് താഴെ വച്ചിട്ട് പുൽക്കി മുണ്ടേർ പർ രഗ താഴെ വെച്ചില്ല, പുൽക്കി മുണ്ടേർ പർ പാലത്തിൻ്റെ കൈവരി നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിനകത്തേക്ക് വെച്ചു. ഓർ നദിയുമേം കൂത്പട എന്നിട്ട് നദിയിലേക്ക് എടുത്ത് ചാടി. ദോടി ദൂർ തൈർനേക്കെ ബാദ് കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം ദോടി ദൂർ കുറച്ച് ദൂരം തൈർനേക്കെ ബാദ് നീന്തിയതിന് ശേഷം ഉസിനെ നട്കട്കോ പകടില്ല അവന് നട്കടിനെ പിടിക്കാൻ പറ്റി. ഓർ കിനാരെ പർ ലേ ആയ എന്നിട്ട് തീരത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. ചട്പട്കോ ഇത്തന ഗുസ്സ ആരഹാദാക്കി നട്കട്കോ ദോ ചാപ്പട് ലഗായും ചട്പടിന് നല്ല ദേഷ്യം വന്നു. ഇത്രയും ദേഷ്യം വന്നു. എത്രയും ദേഷ്യം? കി നട്കട്കോ ദോ ചാപ്പട് ലഗായി നട്കടിന് 2 പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് ചട്പടിന്. ഇത്രയും പോക്കർത്തരം കാണിച്ച് വെള്ളത്തിൽ ഒഴുകി പോവുക ചെയ്തു. അതുകൊണ്ട് തന്നെ ചട്പടിന് നല്ല ദേഷ്യമുണ്ട്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ നട്കടിനെ നോക്കിയപ്പോൾ നട്കട് എന്തിരിക്കുക? ഇത്തിന ഡര നട്കടാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിരിക്കുക. പേടിച്ച് ഡര ഓർ ഖബരായ ഹുവ ഡര ഖബരായ രണ്ടിൻ്റെ മീനിങ് പേടിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ നട്കട് നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വഴക്ക് പറയണമെന്നും 2 അടി അടിക്കണമെന്നൊക്കെ ചട്പടിന് തോന്നി. പക്ഷേ നട്കടിൻ്റെ വിഷമവും പേടിയൊക്കെ കണ്ടപ്പോൾ ചട്പടിന് ചോട്ടെ ഭായി പർ പ്യാർ ആ ഗയ അനിയനോട് സ്നേഹം തോന്നി. അപ്പോൾ വഴക്ക് പറയാൻ പറ്റിയില്ല. വഴക്ക് പറയാനോ അടിക്കാനൊന്നും പറ്റിയില്ല. അവൻ്റെ പേടി കണ്ടപ്പോൾ അവനോട് കുറച്ച് സ്നേഹം തോന്നിപ്പോയി. ഉസ്നെ നട്കട് കാ ഹാത്ത് പകടെ പകടെ ഉസ്കാ ബസ്ത ഉടായ ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചടായി ചടനെ ലഗ അങ്ങനെ അവൻ വഴക്കൊന്നും പറഞ്ഞില്ല, അടിച്ചതുമില്ല. നട്കട് കാ ഹാത്ത് പകടെ പകടെ നട്കടിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്കാ ബസ്ത ഉടായ അവൻ്റെ ബാഗ് എടുത്തു. നദിയുടെ തീരത്ത് അങ്ങോട്ട് വച്ചിരിക്കുകയായിരുന്നല്ലോ അവൻ്റെ ബാഗ്. അങ്ങനെ അവൻ്റെ കൈ പിടിച്ചിട്ട് ബാഗും എടുത്തു. ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചടായി ചടനെ ലഗ എന്നിട്ട് പാലത്തിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു കയറ്റമുണ്ട്, അത് കയറാനായിട്ട് തുടങ്ങി. പുൽ പർ പഹുഞ്ചാഹിതാക്കി നട്കട് അചാനക് ഗല ഫാട്ട് കർ ഡോനെ ലഗ പുൽ പർ പഹുഞ്ചാഹിദ പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നട്കട് പെട്ടെന്ന് ഗല ഫാട്ട് കർ ഡോനെ ലഗ തൊണ്ട തുറന്ന് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ, വളരെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ചട്പട് ചോദിച്ചു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോं രോ രഹേ ഹോ നീ ഇപ്പോഴല്ലേ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്, പിന്നെന്തിനാ നീ കരയുന്നേ? ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലോ, പിന്നെന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. നട്കടിനെ രോത്തെ രോത്തെ കഹ അപ്പം നട്കട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, തും കർ ജാക്കർ മാം സെ മേരി ശിക്കായത് കരോगे നീ വീട്ടിൽ പോയി അമ്മയോട് എൻ്റെ പരാതി പറയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനാണ് നമ്മുടെ നട്കട് കരഞ്ഞത്. നട്കടിനെ എങ്ങനെയൊക്കെയോ ചട്പട് പോയി രക്ഷിച്ചുകൊണ്ട് വന്നു. ബാഗൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് പാലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അടുത്തെത്താറായപ്പോൾ നട്കട് കരയാൻ തുടങ്ങി. കാരണം ചോദിച്ചപ്പോൾ പറയുക, നീ അമ്മയോട് പോയി പരാതി പറയത്തില്ല എന്നെക്കുറിച്ച്, അതുകൊണ്ടാണ് കരയുന്നതെന്ന്. അഗർന കരൂം തോ ജോ കഹോ നട്കട് കാരോന ബന്ദ് ഹോ ഗയ അങ്ങനെ ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അഗർന കരൂം അങ്ങനെ പറയണ്ടെങ്കിൽ, പരാതി പറയെങ്കിൽ, എങ്കിലോ എന്ന് ചോദിച്ചു. തോ ജോ കഹോ എന്നാ പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നട്കട് ചോദിച്ചു. അങ്ങനെ ചട്പട് പറയാണ്, മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത തും സിഖാ ദോഗേ എനിക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല, നിനക്ക് അതെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റൂ എന്ന് ചട്പട് നട്കടിനോട് ചോദിച്ചു. ഹാ ഉസ്മേ ക്യാ ഹേ ഓ അതിനെന്താ പഠിപ്പിച്ചു തരാമല്ലോ.
നട്കട് സമ്മതിച്ചു. പർ മുझे തൈറന നഹി ആത്ത തും സിഖാ ദോഗെ. പക്ഷേ എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, അത് എന്നെ പഠിപ്പിച്ചു തരണം. അങ്ങനെ നട്കട് പറഞ്ഞു. എന്താ സംഭവിച്ചവിടെ? ചട്പട് പറഞ്ഞു, ഞാൻ അമ്മയോട് നിന്നെക്കുറിച്ച് പരാതി പറയാതിരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചു തരണം. അപ്പോൾ അത് കേട്ടപ്പോൾ നട്കട് പറഞ്ഞു, ഓ അത് ഞാൻ പഠിപ്പിച്ചു തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എനിക്കും ചെയ്തു തരണം, നിനക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, അപ്പോൾ നീ എന്നെ നീന്താൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഹാ ഉസ്മേ ക്യാ ഹേ. ഓ അതിനെന്താ? നേരത്തെ നമ്മുടെ നട്കട് പറഞ്ഞതുപോലെ തന്നെ ചട്പടും ചോദിച്ചു, അതിനിപ്പോൾ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. ചട്പടിനെ മുസ്കുരാത്തെ ഹുയ. ചട്പട് ചിരിച്ചുകൊണ്ട് നട്കട് ശബ്ദമെങ്കിൽ നകൽക്കി. നട്കട് പറഞ്ഞ അതേ വാക്കുകൾ കോപ്പി ചെയ്തു. അതുപോലെ തന്നെ ഓ അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഓർ ദോനോ ഫായി ഹസ്ബഡ്. എന്നിട്ട് രണ്ട് സഹോദരന്മാരും ചിരിച്ചു. അവർ ഹാപ്പിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസായി. ഇനിയിപ്പോൾ അമ്മയോട് പരാതിയൊന്നും പറയത്തില്ല. രണ്ടുപേരുടെയും കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. ഒരാൾക്ക് നീന്തൽ പഠിക്കാനും പറ്റും, മറ്റേ ആൾക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കാനും പഠിക്കാൻ പറ്റും. ലേക്കിൻ ചട്പട് ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उड़ाया. ഇപ്പോൾ ചട്പടിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് നട്കടിൻ്റെ ബാഗാണ്. നദിയുടെ തീരത്തൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, അവനെയും പിടിച്ച് ബാഗ് എടുത്തുകൊണ്ടല്ലേ വന്നേ. ചട്പടിൻ്റെ ബാഗ് മുകളിൽ പാലത്തിൻ്റെ കൈവരിയിൽ തൂക്കിയിട്ടേക്കല്ലേ. അപ്പോൾ ചട്പട് എന്താ ചെയ്തേ? നട്കട് കാ ബസ്ത, നട്കടിൻ്റെ ബാഗ് ഉസ്സെ പകടാക്കർ, അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പുൽക്കി മുണ്ടേർ പെർസെ, പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് അപ്നാ ബസ്ത ഉടായ, അവൻ്റെ ബാഗ് എടുത്തു. നട്കടിൻ്റെ ബാഗ് നട്കടൻ തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ചട്പട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ്റെ സ്വന്തം ബാഗ് എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അരേ ചോട്ടെ ഹം ദോനോങ്കോ കപടെ ഫീക് ഗയേ ഹേ. എടാ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ. ഹമീ ഫീകെ കപടോമേ ദേഖ് മാം പൂച്ചെങ്കി തോ ക്യാ കഹേങ്കെ. അപ്പോൾ നമ്മുടെ നനഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്ന് ചട്പട് ചോദിച്ചു. ഹാ ബഡേ അബ്. അപ്പം നട്കട് പറയാ, ഏക് പൽ സോച്ച അവർ പോലെ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നട്കട് പറയുകയാണ്, ആവോ വാ ഡൗട്ട് ലഗാത്തെ ഹെ, നമുക്ക് ഓട്ടം തുടങ്ങാം. കബഡെ അപ്പിനെ ആപ്പ് സൂക്ക് ചായകി. ഓടിപ്പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് താനെ ഉണങ്ങിക്കോളും, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. ഹാ ഏട്ടേക്ക്, ആ എന്നാൽ ശരി. ചട്പടിനെ അപ്പിനെ ബസ്ത പീഡ് പെർ ഡാങ്തെ ഹുവേക്ക. അങ്ങനെ ചട്പട് അവൻ്റെ ബാഗ് തൊള്ളിൽ തൂക്കിയിട്ട് പറഞ്ഞു, ആ എന്നാൽ ശരി നമുക്ക് ഓടാം. നട്കടിനെ ഫി അപ്പിനെ ബസ്ത പീഡ് പെർ ഡാങ്ക് ലിയ. അപ്പോൾ തന്നെ നമ്മുടെ നട്കടും അവൻ്റെ ബാഗും തോളിലേക്ക് ഇട്ടു. और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. എന്നിട്ട് എന്ത് ചെയ്തു? ചട്പടിൻ്റെ നേരെ ചട്പടും നട്കടും കൂടി തുല്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓട്ടം തുടങ്ങാനായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ശുരു കർണയൊക്കെ ഓട്ടം തുടങ്ങുന്നതിന് വേണ്ടി അവർ നിൽക്കുക. എന്നിട്ട് അവർ എണ്ണാൻ തുടങ്ങി. കൗണ്ട് ഡൗൺ ഒക്കെ കൊടുത്തിട്ടാണ് ഓടുന്നത് കേട്ടോ. 1 2 3 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ദോനോ ദൗഡ്പടെ രണ്ടുപേരും ഓടാൻ തുടങ്ങി. ആകെ പീച്ചെ നഹി, മുന്നിലും പിറകിലോട്ടൊന്നും അല്ല, നേരത്തെ പോലെ മുമ്പിലും പിറകിലോട്ടൊന്നും അല്ല. ഏക് ദൂസരേക്ക് ഹാത്ത് പകടെ, പരസ്പരം കൈ പിടിച്ചുകൊണ്ട്, ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, സാത്ത് സാത്ത് ഒരുമിച്ചാണ് അവർ ഓടുന്നത്. ഇത്രയും നേരം എങ്ങനെയായിരുന്നു? പലരും പല വഴിക്കായിരുന്നില്ലേ. രണ്ടുപേരും, ഒരാൾ മുമ്പേ ചട്പട് വളരെ നേരത്തെ നടന്നു പോകുമായിരുന്നു, വേഗത്തിൽ നടന്നു പോകുമായിരുന്നു. നട്കടാണെങ്കിൽ വളരെ പിറകെ അവനെ കൊണ്ട് പറ്റുന്ന പോക്കൃത്തരങ്ങളെല്ലാം കാണിച്ച് പതുക്കെ പതുക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം രണ്ടുപേരും എല്ലാം പറഞ്ഞ് കോംപ്രമൈസാക്കി ഒരുമിച്ച് കൈ പിടിച്ച് ഓടുകയാണ്. ഓക്കെ, അപ്പോൾ കഥ എന്തൊക്കെയാണ്? ഇതുവരെ പറഞ്ഞതായിരുന്നു, സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് നട്കട് എന്ത് ചെയ്തു? പേപ്പർ ബോട്ട് ഒഴുക്കി വിടാനായിട്ട് നദിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇത് കണ്ടുകൊണ്ട് ചട്പട് അവനെ വഴക്ക് പറയുന്നു. അത് കേട്ട് പേടിച്ച് തിരിഞ്ഞു നോക്കിയ നട്കട് ബാഗ് എടുക്കാൻ കുനിയുകയും അപ്പോൾ കാല് തന്നെ വെള്ളത്തിൽ വീഴുകയും ചെയ്യുന്നു. ഒഴുക്കിൽപ്പെട്ടു പോയ അവനെ രക്ഷിക്കാനായിട്ട് ചട്പട് വെള്ളത്തിലിറങ്ങി നീന്തുന്നു. അങ്ങനെ അവനെ പിടിച്ചുകൊണ്ടുവന്ന് കരയ്ക്ക് കയറ്റി. പിന്നെ അവർ തമ്മിൽ എന്ത് പറഞ്ഞ കോംപ്രമൈസ് ആയത്? അമ്മയോട് പരാതി പറയാതിരിക്കണമെങ്കിൽ ചട്പടിനെ പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കണമെന്ന് ചട്പട് നട്കടിനോട് പറഞ്ഞു. നട്കടിന് എന്ത് പഠിക്കണമായിരുന്നു? നീന്തൽ പഠിക്കണമായിരുന്നു. അപ്പോൾ ചട്പടിനോട് പറഞ്ഞു, എന്നെ നീ നീന്തൽ പഠിപ്പിക്കണം. അങ്ങനെ രണ്ടുപേരും കൂടി പറഞ്ഞ് കോംപ്രമൈസായി. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നനഞ്ഞ ഡ്രസ്സ് കാണാതിരിക്കാനായിട്ട് അവർ ഓടിപ്പോകാൻ തീരുമാനിച്ചു. ഓടി ചെല്ലുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങുമെന്നും പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഓടുകയാണ്. ഇതാണ് സംഭവം. കഥ തീർന്നിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട്. ബാക്കിയുള്ള ഭാഗവും പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർത്തിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ.